ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ആയിട്ട് എത്തിയിട്ട് സുന്ദരമണിയുടെ ഉടുപ്പ് ഇടാൻ നോക്കിയിട്ട് റെഡി ആയില്ല. അത് ഉണ്ണിട്ട് റെഡി അത് പറ്റില്ലെങ്കിൽ അപ്പുറത്ത് പോയി നിട്ടോട്ടാ. സുന്ദരമണിക്ക് നെറ്റിൽ റെഡി ഉണ്ട്. അത് എടുത്തിട്ട് വരും. ഇത് ഇന്നലത്തെ വള ഊരിയിട്ടില്ലാന്നുണ്ട്. കുട്ടീസാണ് റെഡി ആവുന്നുണ്ട് കേട്ടാ. ഇഡ്ഡലി റെഡി. ഇഡ്ഡലി മുട്ട പുഴുങ്ങിയത് റെഡിയാണ്. ചൊത്തര പാപ്പുനും മികുന്ന 8 മണി കുളിച്ചിട്ട് വന്നേ. കേട്ടണ്ട കുളി കഴിഞ്ഞ് വന്നിട്ട് ഇല്ല, ഞാൻ യൂണിഫോം ഇട്ട് കൊടുത്തു. 8 മണി സുന്ദരമണിയൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ട്. ദേവട്ടി ബെൽറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബെൽറ്റൊക്കെ ഞാൻ ഇട്ട് കൊടുത്തു. ലൈവ് ഒന്നോട്ട് ഞങ്ങൾ തുടങ്ങും കേട്ടോ. 2 ദിവസമായിട്ട് ഇടാൻ പറ്റിയിട്ടില്ല. ലൈവ് ഇടാൻ പറ്റിയില്ല. ആ വാങ്ങി കോഴിമുട്ട. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? മഴ ഉണ്ടാ? മഴ കുറവാണ്. ഇനി കാലത്ത് ജോലിക്ക് പോകുമ്പോൾ വൈകിട്ട് ജോലി കഴിഞ്ഞ് വരുമ്പോൾ മഴ പെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ആ നേരത്തൊന്നും വൈകുന്ന ഭയങ്കര. അതായത് കാലത്തൊരു 8 to 10, വൈകിട്ടൊരു 6 to 8. ഈ നേരത്ത് മഴ ഒഴിഞ്ഞാൽ കുഴപ്പമില്ല. ഈ മഴയത്ത് റെയിൻകോട്ടൊക്കെ ഇട്ട് പണിക്കുമ്പോൾ മടി. കാലത്ത് തണവുള്ള ചെറിയ തണവുണ്ട്. പക്ഷെ ഇന്നലെ ചൂടാണ് കേട്ടോ. വാ 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 വാ. സുന്ദരമണി വള മാറ്റിടാൻ പോകുന്നുണ്ട്. ഇന്നത്തെ ഇഡ്ഡലി അടിപൊളിയാണ് കേട്ടോ. വളം മാറ്റിട്ടില്ലേ? പോയിട്ട് വളം മാറ്റിട്ട് വാ. 8 മണി വീഡിയോ എടുക്കണ ദേഷ്യം വന്നിട്ട് പറയാൻ പറ്റാണ്ട് നിൽക്കും. തല ചൊറിഞ്ഞിട്ട് അങ്ങനെ വികൃതി ചോനക്ക്. സുന്ദരമണിക്ക് ഇത്ര കുറവില്ല. സുന്ദരമണി 8 മണി വായോ. പിന്നെന്താ വേറെ വിശേഷങ്ങൾ? ഇവിടുത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു റോഡുണ്ട്, പിള്ളക്കാട് പള്ളിയുടെ അവിടുത്തെ റോഡ്. ഒരു 10 വർഷമായിട്ട് ആ റോഡ് അങ്ങനെ തന്നെ കിടക്കുന്നത്. ഇപ്പം എന്തോ തട്ടിക്കൂട്ട് ഒപ്പിക്കുന്നുണ്ട്, പാലം പണിയുണ്ട് എന്നുകൊണ്ട് വീണ്ടും പൊളിച്ചിട്ടാകെ നശിപ്പിച്ചിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും മോശം റോഡാണ് പിള്ളക്കാട് പള്ളിയുടെ ഫ്രണ്ടിൽ മുന്നിലുള്ള റോഡ്. ഏകദേശം ഉപ്പുതോട് വരെ റോഡ് ഭയങ്കര മോശം. 10 കൊല്ലം 2 കൗൺസിലർമാർ മാറി വന്നു, ഒരു ഗുണമില്ല. ഇപ്പം വേറെ ഏതോ കൗൺസിലറാണ്. 10 കൊല്ലം 5-6 കൊല്ലം ഉണ്ടായെന്ന് തോന്നുന്നുണ്ട്. ഓരോ വർഷം ഇലക്ഷൻ വരുമ്പോൾ അതിൻ്റെ ലക്ഷങ്ങൾ പാസ്സായതുകൊണ്ട് ഫ്ലക്സൊക്കെ വയ്ക്കും. ഒരു കാര്യമില്ല. ഇപ്പോഴും ഫ്ലക്സ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് റോഡൊക്കെ പൊളിച്ചിട്ടുണ്ട്. പണികളൊന്നും നടക്കണില്ല. പിള്ള വണ്ടികളൊക്കെ വേറെ വഴി പോയിട്ട് ആ പോക്കറ്റ് റോഡൊക്കെ വഴി പോയിട്ട് കുലിക്കല്ലൂർ നരസിംഹമൂർത്തിയുടെ അവിടുത്തെ ആ റോഡൊക്കെ നാശമായി തുടങ്ങിയപ്പോൾ ബസ്സൊക്കെ പോയിട്ടേ റൂട്ട് ബസ്സൊക്കെ പാവയിട്ട് മുട്ട കഴിക്കാനുള്ള പ്ലാനാ മുട്ടാശന്നെ. വെളിച്ച വ്യത്യാസം ഒന്നുമില്ലോ. മങ്ങിച്ചൊന്നും ലൈറ്റ് മറ്റേ കൂടിട്ടോ. എവിടെ സുന്ദരിയാണ് കാണാൻ. എൻ്റെ സുന്ദരി പൗഡർ പോലെ അങ്ങനെ പറയാൻ യാതൊരു സാധ്യതയില്ല. ഞാൻ മേക്കപ്പിൻ്റെ ആളല്ലേ. ഓർഡർ ഒന്നിട്ടില്ല. ചെറിയ ലൈറ്റ് വ്യത്യാസം വന്നിട്ടാണ്. ആ കാണിക്കേ DM പോകുമ്പോൾ 8 മണിക്ക് പോകുമ്പോൾ ശരിയാവണ്ടേ. ചൊത്താനും കാണാനല്ലേ ദേവത്തെ. ഇത് ഭക്ഷണം ഈ കവർ കണ്ടിട്ട് ആരും ഇതാവണ്ട. ഞാൻ ചോറ് വെച്ചുകൊണ്ടുള്ള കവറാണ്. ചോറല്ല ചോറ്റും മാത്രം. എനിക്കറിയുന്ന പോയിട്ട് ബാഗിനെ വണ്ടിക്ക് അപ്പം അമ്മലടിച്ചിട്ട് വന്നു. 8 ക്ലോക്കിലേ. ആ ഓക്കെ എല്ലാം തരാടാ. ഓക്കെ സുന്ദരമണി വെറുതെ പറയട്ടെ ഇരുന്ന്. സുന്ദരമണിക്ക് വേണ്ടിയിട്ട് എരിവില്ലാത്ത ചട്നി ഉണ്ടാക്കാം. എരിവുണ്ടോ? അച്ഛമ്മ സാധനങ്ങളോ അങ്ങനെ ലിസ്റ്റ് തേടി വായിച്ചു നോക്കിയാ.
ഞാൻ നല്ല എവിടേക്ക് പുറത്ത് ചെക്ക് ചെയ്യാൻ വേണ്ടെന്ന് അച്ഛനോട് 2 കൂടി ഫൈനാക്കാൻ നോക്കിക്കോ പോണോട്ട് പിന്നെ നോക്കിയാൽ കഥ കിളിപ്പെന്ന് വട്ടമിട്ട് പറന്നിട്ട് മുത്തുകൂടെ പിടിക്കുമ്പോൾ കണ്ടല്ലോ മുത്തശ്ശന്റെ കഴിക്കേ ഞാടെ കുടുംബൂട്ടിയാണ് പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ ഇഡ്ലി മാത്രം ക്യാഷ് ഇട്ടോ ഞാൻ പാപ്പനൊക്കെ തന്നെ അയച്ചു കൊടുക്കാം. പിന്നെ അത് തീർന്നു കഴിഞ്ഞാൽ പിന്നെ ചോദിച്ചാൽ മതി. ഉണ്ണി അങ്ങോട്ട് പോകണ്ട, അവിടെ വെള്ളം ഒറ്റ വീഴും. അങ്ങോട്ട് പോകണ്ട. എല്ലാന്റെ കുട്ടിക്ക് ശരിക്കും കഴിക്കുണ്ണിയേ. ഏതാ അപ്പുറത്തെ ഭാഗം? അപ്പുറത്ത് കോഴിമുട്ടയ്ക്ക് എന്താ അപ്പുറത്തെ ഭാഗം? മുട്ട മുങ്ങിയതിനെ ഓരോ സൂപ്പറായിട്ട് വന്നോളൂ. ഇവിടെ വന്നൊക്കെ വീഡിയോയിലേ ആരുമില്ല. എന്താ ഉണ്ണി കാണിക്കണത്? വന്നിക്കടാ കഴിക്കുണ്ണി. നേരം വൈകിട്ടാ തരപ്പ് പോണ നേരത്ത് ഇതിനുള്ളിൽ ഇരിക്കുന്നില്ല. ഇപ്പൊ കാണാനൊന്നുമില്ല, തുണ്ട കാണുള്ളൂ. ശരിക്ക് കാണണ്ടേ? ഈ കസാരിലിരിക്കേ. എന്തായാലും കൂടെ അത് അധികം നീക്കണ്ട. ഇനി അധികം നീക്കണ്ട പറഞ്ഞിട്ട് അധികം നീക്കണ്ടെന്ന്. ഇതെന്തിനാ ഇഡ്ഡലി കൈ പിടിച്ചേക്കണ്? ഇനി വേണ്ട ഞാൻ തരുന്നേ. കൈമാക്കാതിരിക്കാൻ വേണ്ടിട്ടല്ലേ? ചില ദിവസം വികൃതി കൂടും. ചായയുടെ അടുത്ത് മാത്രമല്ല കളിക്കണം വികൃതി കുട്ടി. നേരായി അതേ 8 മണിക്ക് 9 മണി ഡ്യൂട്ടിയാണ് പൊന്നാരി. നേരം വൈകിയും ശരിയാവില്ല. അച്ചായിക്ക് കുഴപ്പമില്ല. അച്ചായി കണ്ടില്ലെങ്കിൽ കുഴപ്പമില്ല. ഉണ്ണിയാണ് മെയിൻ. ഉണ്ണിയൊന്നും ഒരു അക്ഷരം പോലും വേണ്ടിയില്ല കേട്ടോ വീഡിയോയിൽ വന്നിട്ട്. ഇതൊന്നും ഇത് തൊടരുത് കേട്ടോ. നോക്കി ഈ ID കാർഡ് പിടിച്ച് വലിക്കുക പൊട്ടിക്കണം. ഇത് തൊടരുത് കേട്ടാ. ഇത് കഴുത്തിലിട്ടാ കഴിഞ്ഞു. പിന്നെ ഇത് തൊടണ്ട. കഴിക്ക്. ശരിക്കും കഴിക്കൊണ്ട് ഇങ്ങനെ തുട്ടുന്നുണ്ട് നിന്നാ എപ്പ തീരാനാ? തുണ്ടെന്നുണ്ട് നിന്നാ എപ്പ തീരാനാ? കഴിക്കുണ്ണി ശരിക്കും നേരെ കളഞ്ഞിട്ട് കാര്യമില്ലാട്ടാ. ഉണ്ണിക്ക് നേരെ വേഗം ഇങ്ങനെ കഴിച്ചിട്ടുണ്ട. ശരിക്കും കഴിക്കേ. വെള്ളം കുടിക്കേ. ബാഗ് റെഡി ആക്കി കഴിഞ്ഞാൽ ചേട്ടനെ വിളിച്ചോ. ഉണ്ണിയുടെ ചട്നി ഉണ്ണി ചട്നി ഇഡ്ഡലി ചട്നിയാണ് കൊണ്ടുപോണ്. ഉണ്ണിയുടെ ഫേവറേറ്റ് ആണ് ഇഡ്ഡലി. നീ കഴിക്കുണ്ണിയെ. ഉണ്ണി നേരം കൊണ്ട് 3-4 ഇഡ്ഡലി കഴിക്കാറുള്ളതാ ഗുഡ് കൂട്ടിയിട്ട്. 2 ഇഡ്ഡലിയാണ് കഴിഞ്ഞിട്ടില്ല. മുട്ടയൊക്കെ തരാം. ഇങ്ങനെ കഴിച്ചെല്ലാം നടന്നതന്നെ. ബേഗർ ഡേക്കിട്ട് അച്ഛൻ്റെ കൊടുത്തോ. അങ്ങനെ മേഗിയൊക്കെ വേഗം കഴിച്ചിരുന്നു. ഇഡ്ഡലി നല്ല സ്ലോവാ. വെള്ളം കുടിക്കുണ്ണിയേ. കേട്ടു നോക്കിയേ പറയും. സൂപ്പർ കുട്ടികൾ കഴിക്കണം. അങ്ങനെ കുറച്ച് ചട്നി വേണോ? ചട്നി ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇഡ്ഡലിയിൽ ഒഴിച്ചാൽ വേണ്ടി ഉണ്ണിയെ. ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എരിവെന്നുണ്ടെങ്കിൽ ഒന്നും കഴിക്കില്ല കേട്ടോ. മറക്കണ്ട. ഇനി വെള്ളം കുടിക്കൊപ്പം അങ്ങനെ ഇറങ്ങുള്ളൂ. ഇഡ്ഡലി പാലിനുള്ള ഗ്ലാസ് വെക്കേണ്ടത്. ഇന്ന് സ്കൂളിൽ നിന്ന് പാല് കിട്ടുന്ന ദിവസം അത് വിടടാ. ടാഗ് പിടിക്കല്ലടാ. അത് നാശാവും ഉണ്ണിയെ.
അതെന്തിനാ പിടിക്കണ ഈ ടാഗ് ഞാൻ കുറേ പ്രാവശ്യം പറയണ കേട്ടാ. പുതിയ മാലയാണ്. സ്കൂൾ തുറന്നിട്ട് 2 മാസം പോലും 1 മാസം ആവണല്ലോ അപ്പോഴേക്കും മാല പൊട്ടി. ചാരില്ല, വേറെ മാല ഇട്ടുണ്ട്. ഇങ്ങനെ പിടിച്ച് മാല ആയാലും ടാഗായാലും പിടിച്ച് വലിച്ച് കളിക്കരുത് കേട്ടാ. പൊട്ടിക്കോട്ടെ, പൊട്ടി നമുക്ക് വേറെ വാങ്ങാം കേട്ടാ. അച്ഛമ്മ തന്നെ പറയാ അവിടെ ഇരുന്നാ മതി, അവിടെ ഇരുന്നാ മതി. അങ്ങോട്ട് അധികം പോകണ്ടേ, അതിനോ അങ്ങോട്ട് പോകണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇവിടെ ഇരുന്നാ മതി. വെള്ളം കൂടി കുടിക്കേ. ആ ആ സമയമായിട്ടുണ്ണിയെ വെള്ളം കൂടി കുടിച്ചാൽ കുട കൊണ്ട് വെച്ചിട്ടുണ്ടാ. വെള്ളം കൂടി കുടിച്ചേ. ഇനി പൗഡർ ഇടാനും കുറി വരയ്ക്കാനും നേരമുള്ളൂ. സൂപ്പർ കുട്ടി. സൂപ്പർ കുട്ടികൾ കഴിക്കുക. ഇനി ഒരു 3-4 പീസും കൂടിയുള്ളൂ. അത് കഴിഞ്ഞിട്ട് സുന്ദരമണി കൈയ്യേക്ക് വരുമ്പോഴേക്ക് അച്ഛൻ പൗഡറൊക്കെ എടുത്തിട്ട് ഒരു പൗഡറിൻ്റെ കുറി വരയ്ക്കുക, ചെരുപ്പിടെ പോവാട്ടാ. ഇനിയൊക്കെ ഫാസ്റ്റാണ്. സൂപ്പർ കുട്ടികൾ അങ്ങനെ തന്നെയാണ്. വേറെ കുട്ടികളൊന്നും പറഞ്ഞാലും കേൾക്കില്ല. അങ്ങനെയൊന്നുമല്ല. എൻ്റെ കുട്ടി അങ്ങനെയൊന്നുമല്ല അല്ലേ. 3 ഉള്ളൂ. ഇതും കൂടി കഴിക്കുക. അടുക്ക അത് കുടിച്ച് വെള്ളം കൂടി കുടിക്കുക. ഇന്ന് ചട്നി പുറത്ത് വരിക്കണ കേട്ടോ. അതിൻ്റെ കൂട്ട ചട്നി വയ്ക്കാൻ മറന്നു. ചട്നി വയ്ക്കാൻ മറന്നുണ്ടെങ്കിൽ പിന്നെ അച്ചായി പിന്നെ ജോലി സ്ഥലത്ത് പിന്നെ കൊണ്ടിറക്കാൻ വേണ്ടി കഴിയാറായിട്ട് വന്നാലേ കുട്ടിയുടെ കഴിച്ചു. അന്ന് ഈ കുഞ്ഞ വണ്ണോടും കഴിച്ചിട്ട് നിർത്തി. മുടിച്ചോ കയ്യോ. എന്നിട്ട് ഇത് പറഞ്ഞോ നാളെ കാണാം. അപ്പം ശരി, ഞങ്ങൾ വീഡിയോ നിർത്തുകയാണ്. നാളെ കാണാം. ബൈ. റെഡ്